ശ്രീവിദ്യയും ദശമഹാവിദ്യയും എന്നുള്ള സബ്ജക്റ്റ് അത് നമുക്ക് ശ്രീവിദ്യയും തുടങ്ങാം. ശ്രീവിദ്യ പറയപ്പെടുന്നത്, ശ്രീവിദ്യയും ദശമഹാവിദ്യയും ഒക്കെ പറയപ്പെടുന്നത് എൻലൈറ്റൻമെന്റ് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യജന്മവും അവരുടെ നിത്യനിഷ്ഠയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇത് ശ്രീവിദ്യയും ദശമഹാവിദ്യയും കെട്ടുപിണഞ്ഞു കിടക്കും. ചില ഏരിയയിൽ ചില ഗുരുക്കന്മാരത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. ശക്തി സമ്പ്രദായത്തിൽ ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്. പിന്നെ അതിന് രൂപാന്തരം വന്ന് വടക്കോട്ട് നോർത്തിലേക്ക് കൂടുതലും ദശമഹാവിദ്യയും തെക്കോട്ട് കൂടുതലും ശ്രീവിദ്യ ഉപാസനയും ഒരു ശീലമായെന്നേ ഉള്ളൂ. രണ്ടും ഒന്നാണ്, ഒരു ബിന്ദുവാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ധർമ്മമാർഗത്തിലൂടെ അല്ലെ ശക്തി സമ്പ്രദായത്തിലെ മാർഗങ്ങളിലൂടെ നിഷ്ഠയിലൂടെ മനുഷ്യൻ ആർജിച്ചെടുക്കുന്നത് നോക്കാം. ഒന്നാമതായി ദ്വാദശ ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്. അതിലൂടെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റിയെ ഉത്തേജിപ്പിക്കുന്നു. അവേക്കൻ യുവർ സൈക്കിക് എബിലിറ്റി. അതാണ് ദ്വാദശ ചക്ര മെഡിറ്റേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മളുടെ ട്രഡീഷനിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബാല ഉപാസന എന്ന് പറയുന്നത്. ബാല ഉപാസന അച്ചീവ് ചെയ്യുന്നത് ഡിവൈൻ ലവ് ആണ്. അതായത് ആ ഒരു ഡിവിനിറ്റി നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഒരു അമ്മയെപ്പോലെയോ സഹോദരിയെപ്പോലെയോ ദേവിയെപ്പോലെയോ കാമുകിയെപ്പോലെ ലവ് ചെയ്യുന്ന ഒരു അവസ്ഥയെ ഡ്രോ ചെയ്യുന്ന ക്രിയയാണ് ബാല ഉപാസന. നമ്മളുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ പഞ്ചദശി കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. കോമൺ ആയിട്ട് അത് പഠിച്ചും കണ്ടുവരുന്നില്ല. നോർത്തിലൊക്കെ ഉണ്ട്, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. പഞ്ചദശി എന്താണ്? നമ്മളുടെ സമ്പത്തും നമ്മളുടെ റെസ്പെക്റ്റ്, ബഹുമാനം, സമൂഹത്തിലുള്ള ബഹുമാനവും, പ്രോസ്പെറിറ്റി, പവർ, ഫെയിം, ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ വന്നിട്ട് ഒരു സ്പിരിച്വൽ ആളിൻ്റെ അല്ലെങ്കിൽ ഒരു യോഗിയുടെ ഫേവറേറ്റ് മഹാഷോഡശി. അതെന്താണ്? അത് മെഡിറ്റേറ്റീവ്, ത്രൂ ഔട്ട് മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര നല്ലൊരു പ്രോസസ്സ്, റിച്വലിസ്റ്റിക് ശക്തി പ്രോസസ്സ് വേറെ ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. അതെന്താണ്? ഇന്നർ സൈലൻസിനെയും നമ്മളുടെ ബ്ലിസ്ഫുൾനെസ്സിനെയും നമ്മളിലേക്ക് മെഡിറ്റേഷനിലൂടെ കൊണ്ടുതരുന്ന ഒരു ക്രിയയാണ് മഹാഷോഡശി. ഷോഡശിയിൽ തന്നെ ദശമഹാവിദ്യയുണ്ട്. ദശമഹാവിദ്യയും ഷോഡശിയും അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ ദശമഹാവിദ്യ നമ്മളുടെ എനർജി ലെവൽ നമ്മളെ സൂപ്പർ ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദശമഹാവിദ്യ. അതുകൂടാതെ തന്നെ ശ്രീവിദ്യ ഹവൻ ഉണ്ട്. ഹവൻ എന്ന് പറയും, ഹോമിക്ക് ശ്രീവിദ്യ ഹോമം.
അത് നമ്മുടെ ഹെൽത്തി ബോഡിയും ഒരു റിജുവിനേഷനും അതിനു വേണ്ടിയൊക്കെയാണ് ശ്രീവിദ്യ ആഹ്വാനം ചെയ്യുന്നത്. ശ്രീവിദ്യയുടെ ഒരു പ്രോസസ്സ് തന്നെ നവാരണ മെഡിറ്റേഷനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ മഹാഷോഡശി എന്ന് പറയുന്ന പോലെ ശ്രീവിദ്യയിലെ നവാരണ മെഡിറ്റേഷൻ, അത് 108 ദേവി എനർജിയെ ഇൻവോക്ക് ചെയ്യുന്ന ഒരു 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 പ്രോസസ്സാണ്. അതുകൂടാതെ തന്നെ ഈ മെഡിറ്റേഷനിൽ തന്നെ പല പല ടൈപ്പുണ്ട്. ശക്തി സമ്പ്രദായമുണ്ട്, തിഥി നിത്യ ദേവത മെഡിറ്റേഷൻ ഉണ്ട്, സപ്തധാതു മെഡിറ്റേഷൻ ഉണ്ട്, അക്ഷരാത്രിക മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രീവിദ്യയും ദശമഹാവിദ്യയും അത് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഒരേ സമ്പ്രദായത്തിലുള്ളതാണ്. പലയിടത്തും പല ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നമ്മൾ ശ്രീവിദ്യയെ പറ്റിയും ദശമഹാവിദ്യയെ പറ്റിയും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ശ്രീവിദ്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് പ്രോസസ്സാണ്, ഒരു സയൻസാണ്. ഭയങ്കര ഒരുപാട് പഴക്കമുള്ള ട്രഡീഷനാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. ഈവൻ അഗസ്ത്യമുനി വരെ ശ്രീചക്ര ആരാധന ചെയ്തിരുന്നതായിട്ട് നമുക്കറിയാം. അത് നമ്മളുടെ റിയാലിറ്റിയുടെ ഒരു പെർസെപ്ഷനെ അത് ഇത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി. ഒരു മനുഷ്യൻ്റെ, ഒരു ആത്മാവിൻ്റെ ഇൻഡിവിജ്വൽ ടോട്ടൽ വെൽബീയിങ്, അവൻ്റെ എല്ലാ രീതിയിലുള്ള വെൽബീയിങ്, അത് ഫിസിക്കല്, മെൻ്റല്, ഇൻ്റലക്ച്വൽ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, സ്പിരിച്വൽ ആൻഡ് യൂണിവേഴ്സൽ, ഇതിനെയെല്ലാം അഡ്രസ് ചെയ്യുന്ന ഒരു റിച്വലാണ് ശ്രീവിദ്യ. റിച്വൽ എന്ന് പറഞ്ഞുകൂടാ, അതൊരു ലൈഫ് സ്റ്റൈലാണ്. റിച്വൽ ഈസ് എ ബാഡ് നെയിം. റിച്വൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റിച്വൽ ബോധം ഉണരാത്ത ഒരാൾക്കാണ് അത് റിച്വലായിട്ട് തോന്നുന്നത്. ബോധം ഉണർന്ന ഒരാൾക്ക് അത് നമ്മൾ ശ്വാസം വലിക്കുന്നതും വിടുന്നതും പോലെയാണ്. നമുക്കറിയാം, നമ്മളുടെ ചുറ്റും ഒരുപാട് എനർജികളും ഒരുപാട് തത്വങ്ങളും ഒരുപാട് റെംസും പലതരം വേവ്സും, ഇലക്ട്രോ മാഗ്നറ്റിക്, ലൈഫ് ഫോഴ്സ്, അങ്ങനെ പല പല ശാസ്ത്രീയ നാമങ്ങളിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ബയോ ഇലക്ട്രിക് വേവ്സ്, ഇതൊന്നും നമുക്ക് അങ്ങോട്ട് പെർസീവ് ചെയ്യാൻ പറ്റാത്ത എനർജി സെൻറ്റേഴ്സാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അറ്റ് എ സർട്ടൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹയർ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു അപ്പർ വേൾഡ്, നമ്മൾ അതിനെ അപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിലും മേളിലോട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മേളും താഴെയൊന്നും അവിടെ ഇല്ല. ഇത് നമ്മൾക്ക് പാരലായിട്ടുള്ള പല പല റെംസും യൂണിവേഴ്സും ഒക്കെയാണെന്ന് ധരിക്കുക. അപ്പം നമ്മളുടെ വിചാരമല്ല, നമ്മളുടെ ഫീലിങ്സ്, ഒരു ഹയർ ഇൻഫർമേഷനുള്ള ഒരു അപ്പർ വേൾഡും ഉണ്ട്, ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു സുപ്രീം കോൺഷ്യസ്നെസ് ഉണ്ട് എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ആ ഒരു എനർജി ഫീൽഡിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രിയേറ്ററിൻ്റെ അടുത്തു നിന്നോ അല്ലെ ആ ഒരു എനർജി ഫീൽഡിൻ്റെ അടുത്തു നിന്നോ നമുക്ക് പല പല ഇൻഫർമേഷൻസ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഈ ലോകത്തിൻ്റെ ആ ഒരു ഹോൾനെസ് അല്ലെങ്കിൽ ഒരു വൺനെസ് ഈ ഫീൽഡിൽ നമുക്ക് അനുഭവയോഗ്യമാണ്. ഇതിനെയൊക്കെ ടാപ്പിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടാപ്പിൻ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ശ്രീവിദ്യയും ദശമഹാവിദ്യയും. ദശമഹാവിദ്യക്ക്
കുറേയും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ശ്രീവിദ്യ നമുക്കറിയാം, നമ്മളുടെ മദർ ഗോഡസ്, നമ്മളുടെ അമ്മ ലളിത ത്രിപുര സുന്ദരി, അമ്മയെ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ അമ്മയ്ക്കൊരു ഡിവോഷൻ കാണിക്കുന്ന, ഭക്തി കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ഒരു ഓസ്പീഷ്യസ് വിസ്ഡവും പവർ, വെൽത്ത്, എംബോഡിമെന്റ് ഓഫ് ലവ്, കമ്പാഷൻ, പ്രോസ്പെറിറ്റി, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബാലൻസിങ് എനർജിയാണ് ലളിത ത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീവിദ്യ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഐഡിയൽ വർഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മേരു ഏത് വെച്ചിട്ടായിരിക്കും, ചക്രങ്ങൾ വെച്ചിട്ടായിരിക്കും. അത് നമ്മൾ ഒരു 4 ഡയമെൻഷനിൽ തുടങ്ങുന്നു. പിന്നെ അത് പല ഫോമിലേക്ക് നമുക്ക് മാറ്റി നമ്മളുടെ സാധനയെ എടുക്കാൻ പറ്റും, നമ്മളുടെ കോൺഷ്യസ്നെസ് ലെവൽ ഉയരുന്നതിനനുസരിച്ച്. അപ്പോൾ 4 ഡയമെൻഷനിൽ പേരും ഫോമും സൗണ്ടും മീനിങ്ങും എല്ലാം ഉണ്ട്. പിന്നെ അത് ഒരു മഹാമേരുവായിട്ട് മാറുകയാണ്. അതൊരു 3 ഡയമെൻഷണൽ വേൾഡ്, 3 ഡയമെൻഷണൽ യൂണിവേഴ്സിന്റെ ഒരു വേൾഡാണ്. പിന്നത് ഒരു 2 ഡയമെൻഷൻ ഇതിലേക്ക് വരുന്നു, ശ്രീചക്രത്തിലേക്ക് വരും. അത് പോകെ പോകെ ഒരു 1 ഡയമെൻഷണൽ മെഡിറ്റേഷൻ മേർജിലേക്ക്, ഒരു ധ്യാനാവസ്ഥയിലേക്ക് വന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ശിവശക്തി എനർജിയെ മേർജ് ചെയ്ത് ഒരു പോയിന്റിൽ, ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും, ഏത് ശക്തിമാർഗമായാലും ശൈവിസമായാലും എന്തായാലും, അതിൻ്റെ എയിം എന്ന് പറയുന്നത് ശിവതത്വം എന്നുള്ളൊരവസ്ഥ. ശിവതത്വം എന്താണ്? ഡയമെൻഷൻലെസ് സീറോ സ്റ്റേറ്റ്, അതിനെ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതും അത് തന്നെയാണ്. നമ്മളിത് ഒരു ലേറ്റർ സ്റ്റേറ്റിൽ ശ്രീവിദ്യയിലൂടെ ഒരു 1 ഡയമെൻഷണൽ മെഡിറ്റേഷനിൽ വന്ന് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയിലേക്ക് മേർജായി അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു ശിവബോധം, ശിവോഹത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശ്രീവിദ്യ. അപ്പൊ ശ്രീവിദ്യയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ റിച്വലിസ്റ്റിക്. ഇപ്പം ഒരു ചെറിയ, ഒരു ലെസ് ഇവോൾവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി മെഡിറ്റേഷനിൽ ഇരുന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് അതൊരു ഒരു റോങ് സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. ഒരു മെഡിറ്റേറ്റീവ്നെസ്സിന് അവർ പ്രിപ്പയർഡ് അല്ല. അത് ചിലപ്പം മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ ഇത് അവരുടെ ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ടുപിടിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്, ആരുമായിക്കോട്ടെ, ഏത് ലെവലും ആയിക്കോട്ടെ, അവർക്ക് പടിപടിയായിട്ട് പോകെ ഉയർന്നു വരാനുള്ള ഒരു മേരു പർവ്വതം തന്നെയാണ്. ഇത് നമ്മളുടെ ഉള്ളിലേക്ക് എന്ന് വന്നു, നമ്മൾ മേർജായി, നമ്മളുടെ ഉള്ളിലെ ബിന്ദുവിനെ എന്ന് മേർജാവുന്നു, അതാണ് എൻലൈറ്റ്മെന്റ്. ഫ്രം എ മെറ്റീരിയൽ സോളിഡ് ബോഡി ടു ആൻ ഈഥറിക് ബോഡി. ഇതാണ് അതിൻ്റെ സയൻസ്. പല ട്രഡീഷനുണ്ട് ശ്രീവിദ്യയിൽ, പല ടൈപ്പ് ഡിഫറെൻറ്റ് ട്രഡീഷൻ. അതിൽ 3 മേജറായിട്ട് കണ്ടുവരുന്നത്: കൗലാചാരവും സമയാചാരവും മിശ്രവും. കൗലാചാരം നമ്മളുടെ കേരള ഗ്രാമങ്ങളിൽ വളരെ കോമൺ ആയിട്ട് നമ്മളുടെ തലമുറയായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്.
കൗളാചാരം. സമയാചാരമുണ്ട്, പിന്നെ മിശ്രമുണ്ട്. മിശ്രമാണ് നമ്മളിപ്പോൾ കാണുന്ന പല ദേവി ടെമ്പിളുകളിലും കാണുന്ന ട്രഡീഷൻ എന്ന് പറയുന്നത്. എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, എല്ലാം ഒരു പോയിന്റിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീവിദ്യയുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏരിയകൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു പോവാം, ദ്വാദശ ചക്രങ്ങളാണ്. പല പല ചക്രങ്ങൾ, അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഈ ചക്രാസ് എന്ന് പറയുന്ന എനർജി വേർട്ടെക്സസ് ആണ്, ഓരോ എനർജി സെന്റേഴ്സ് ആണ്. അത് നമ്മളുടെ ബോഡിയിലുണ്ട്, അതിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിലുള്ള, നമ്മളുടെ സ്ഥൂല ശരീരത്തിലുള്ള എനർജി ഇതിനെ തന്നെയാണ് അത് അഡ്രസ് ചെയ്യും. അത് നമുക്ക് ഇനീഷ്യലി മനസ്സിലാകാത്തതുകൊണ്ട് നമ്മളൊരു മേരു ഇതിൽ പൂജ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചക്രങ്ങളും നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലെ ഒരു എലമെൻറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടിരിക്കും. ഈ എലമെൻറ്റ് ഒരു കൺട്രോൾ ഉണ്ടാവും, ഫുൾ കൺട്രോൾ ഉണ്ടാവും. നമ്മുടെ മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ലെവലിൽ ഒരു കൺട്രോൾ ഉണ്ടാവും. നമ്മളുടെ ഹെൽത്തും എല്ലാം, നമ്മളുടെ വെൽബീയിങ്ങും എല്ലാം ഈ ചക്രങ്ങളിലൂടെ, ഈ സെൻട്രലിലൂടെയുള്ള ഫ്ലോ ഓഫ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സമയാചാര വിദ്യ ഞാൻ പറഞ്ഞല്ലോ, അത് തിരിച്ചു കാട്ടേണ്ട കാര്യമില്ല, ഇതെല്ലാം ഒരു സംഭവത്തിലേക്ക് വരുന്നു. എന്നിരുന്നാലും സമയാചാരത്തിൽ ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെ സമയാചാരത്തിൽ നിന്നുള്ള മെഡിറ്റേറ്റീവ് പ്രോസസ്സ് കൂടുതലും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധകന്റെ മനസ്സിലേക്ക് ഡിസോൾവ് ആകുന്ന ഇൻറ്റൻസ് ട്രാൻസെൻഡ് സെൻസ്, അതിനെ ട്രാൻസ്ഫോം ചെയ്ത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ധ്യാനവും കൂടെയാണ് സമയാചാര ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സമയപരവിദ്യ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വർഷിപ്പും എല്ലാം നടക്കുന്നത് ഉള്ളിലാണ്, എല്ലാം ഉള്ളിലാണ് നടക്കുന്നത്. ശ്രീചക്രയും നമ്മളുടെ ബോഡിയുമായിട്ട് ഒരു കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ആ കണക്ഷനിലൂടെ നമ്മളുടെ ശരീരം തന്നെ ഒരു ശ്രീചക്രമാക്കി യൂണിവേഴ്സിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ധ്യാനം ചെയ്ത് എൻലൈൻമെൻ്റ് ആകുന്ന പ്രോസസ്സാണ് സമയാചാര ധ്യാനം. പിന്നെ അതിൽ കൂടുതലും നമ്മൾ ദേവിയാണ് അറിയാമല്ലോ. ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാലത്രിപുര സുന്ദരി, അതൊരു ചൈൽഡ് ലൈക്ക് ഫോമാണ്. പിന്നെ അമ്മ ത്രിപുര സുന്ദരിയെ തന്നെ നമ്മൾ അൾട്ടിമേറ്റായിട്ട് 108 ദേവിമാരെയും നമ്മൾ സങ്കല്പിച്ച് ഒരു ബിന്ദുവിലേക്ക് എത്തിക്കുന്നു. ഇത് ഒരു നാച്ചുറൽ ബാലൻസാണ്, മനുഷ്യനിലേക്കൊരു ഒരു ബാലൻസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ പോയി ബിന്ദുവിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ. ഇത് താഴേന്ന് പോവാൻ എല്ലാ രീതിയിലും നല്ല ബാലൻസ് കിട്ടുന്നു. പലതരം ധ്യാനങ്ങളുണ്ട്, ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ശ്രീവിദ്യയിൽ തന്നെ ബേസിക്കായിട്ട് നിൽക്കുക അക്ഷര മാതൃക ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തമിഴിലൊക്കെ കെട്ടുമന്ത്രങ്ങളൊക്കെ നമ്മളുടെ 51 ലെറ്റർ വെച്ചിട്ടുള്ള കെട്ടുമന്ത്രങ്ങളാണ് ഈ മുരുകൻ്റെ മന്ത്രങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ ശാക്തേയത്തിലും ഉണ്ട്.
51 സൗണ്ട്. ആ 51 സൗണ്ട് 51 ദേവികളെ റെപ്രസെന്റ് ചെയ്യും. അതാണ് അക്ഷര മാതൃക ധ്യാനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ്സിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്സ്റ്റക്കിൾ റിമൂവറാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്മെനും അറ്റ്ലീസ്റ്റ് ഒരു ശ്രീചക്രമെങ്കിലും അവൻ്റെ ബിസിനസ് സെൻറ്ററിൽ ഇത് വെക്കാൻ കാരണം അതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യയും കൂടാണ് ശ്രീവിദ്യ എന്നാണ് പറയുന്നത്. ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ഡിസൈഡ് പാർട്ട്ണർ. ഡിസൈഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡിസൈഡ് പാർട്ട്ണർ, അതായത് നമുക്ക് ചേരുന്ന പാർട്ട്ണർ ആരാണെന്ന് നമ്മളെ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു എനർജി ചാനലിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കല്യാണപ്രായമായ മക്കൾക്ക് അവരുടെ മാരേജിലുള്ള ഡിലേസ് കുറയ്ക്കാനും ഒക്കെ ഈ പ്രോസസ്സ് ചെയ്യുന്നവരിൽ ഒരു പരിധി വരെയൊക്കെ ഉപകാരപ്പെടുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്കൊക്കെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജാതകത്തെയും നമ്മളുടെ വിധിയെ മതിയാൽ വെല്ലലാം എന്നല്ലേ പറയുന്നത്, എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത പോയിന്റിലേക്ക് വരുവാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയും ഒക്കെ ഒരു പരിധിവരെ ഒക്കെ ഇത് മാറിപ്പോകുന്നതായിട്ട് കാണാം. നിങ്ങൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു, അത്രയേ ഉള്ളൂ. ഇതല്ല നിങ്ങൾ ഒരു നിരീക്ഷണ ബുദ്ധിയോടുകൂടിയാണ് ഇതിനെ എല്ലാം ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലുള്ള റിവേഴ്സ് എഫക്റ്റും നിങ്ങൾക്ക് വരുന്നു. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഈവിൽ സ്പിരിറ്റിൽ നിന്നും എല്ലാ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള ബാഡ് എനർജി, അതിൽ നിന്ന് മാലിഫിക് എനർജിയിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ശ്രീവിദ്യക്കാരൻ. ഈ ദാരിദ്ര്യം മാറ്റുന്ന ഒരു പ്രോസസ്സും കൂടെയാണ്. ദാരിദ്ര്യം മാറ്റുന്നു, ഈ കടങ്ങൾ ഒക്കെ മാറ്റിയെടുക്കുന്നു. ശ്രീവിദ്യയൊക്കെയാണ് മെറ്റീരിയൽ വെൽത്തിന് ഏറ്റവും നല്ല ഒരു സമ്പ്രദായം, ശാക്തേയം തന്നെയാണ്. അതിനകത്ത് ഡൗട്ടേ ഇല്ല. കാരണം ദേവി കൂടുതലും മെറ്റീരിയൽ സൈഡിലാണ് നിൽക്കുന്നത്. ശിവൻ എന്ന് പറഞ്ഞാൽ ശിവൻ ഹി ഡോണ്ട് കെയർ, ശുദ്ധബോധമാണ്. കാറുണ്ടേലെന്താ, ഇല്ലേലെന്താ, ബംഗ്ലാവ് ഉണ്ടേലെന്താ, ഇല്ലേലെന്താ, തുണി ഉണ്ടേലെന്താ, ഇല്ലേലെന്താ, ഹി ഡോണ്ട് കെയർ. അതാണ് ശിവൻ. ദേവി അതല്ല, ദേവി മെറ്റീരിയലും കൂടെ ഇത് ചെയ്യുന്നു. രണ്ടുമുള്ള മേർജാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ശിവനും ശക്തിയോടുള്ള മേർജ്, ഈക്വൽ മേർജാണ് എൻലൈറ്റ്മെന്റ്. പിന്നെ ശ്രീവിദ്യ നമ്മളുടെ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് തരുന്നു. ഫിനാൻഷ്യലായിട്ട് ഇമ്പ്രൂവ്മെന്റ് തരുന്നു, ഫിസിക്കലായിട്ട് ഇമ്പ്രൂവ്മെന്റ് തരുന്നു. ശ്രീവിദ്യയിൽ ഒരു ഹീലിംഗ് തന്നെ ഉണ്ട്. ശ്രീവിദ്യ ഹീലിംഗ് എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ശാഖ തന്നെ ഉണ്ട്. സെൽഫ് ഹീലിംഗിൻ്റെ ഇത് തന്നെ. ശ്രീവിദ്യ പ്രോസസ്സ് തന്നെ സെൽഫ് ഹീലിംഗ് ആണ്. നിങ്ങൾക്കത് പോകെ മനസ്സിലാവും. മൈൻഡ് ബോഡി കണക്ഷൻ ഇതെല്ലാം നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും ശ്രീവിദ്യയിലൂടെ. അത് ശ്രീവിദ്യ നിങ്ങൾ മെഡിറ്റേഷൻ രൂപത്തിൽ, അതായത് റിച്വലിസ്റ്റിക്കിൽ നിന്ന് മാറി മെഡിറ്റേഷൻ രൂപത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. അതൊരു ശ്വാസമായി മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ശ്രീവിദ്യയെ പറ്റി പറഞ്ഞിവിടെ നിർത്തുകയാണ്. ദശമഹാവിദ്യ ഇനിയൊരവസരത്തിൽ ആവാം. ടേക്ക് കെയർ, ബൈ.